അന്നൊരു ഇംഗ്ലീഷ് സമ്മറിൽ അയാൾ അൻഫീൽഡിൻ്റെ പടി ചവിട്ടുമ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ചെൽസിയിൽ നിന്നും ഫ്ലോപ്പ് എന്ന ലേബലിൽ റോമയിലേക്ക് പോയ ഒരാൾക്കായി ഇത്രയും പണം ചെലവിടണോ എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. 36 മില്യൺ പൗണ്ടാണ് സലാഹിനായി ലിവർപൂൾ കൊടുത്തത്. 2011 ആൻഡി കരോളിനെ 35 മില്യണിന് വാങ്ങിയതായിരുന്നു അതുവരെയുള്ള ക്ലബിൻ്റെ റെക്കോർഡ് ട്രാൻസ്ഫർ. എന്തിന് സാക്ഷാൽ യുർഗൻ ക്ലോപ്പിന് പോലും സലാഹ് ആയിരുന്നില്ല ഫസ്റ്റ് ഓപ്ഷൻ. ബയർ ലെവർക്യൂസിന് വേണ്ടി മിന്നിത്തിളങ്ങുന്ന യൂലിയൻ ബാൻഡിലായിരുന്നു ക്ലോപ്പിൻ്റെ കണ്ണ്. പക്ഷേ ലിവർപൂളിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറും സ്കൗട്ടിംഗ് ടീമും സലാഹ് എന്ന പേരിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ ലിവർപൂൾ കുപ്പായമിടുന്ന ആദ്യത്തെ ഈജിപ്ഷ്യൻ എന്ന ഖ്യാതിയോടെ അയാൾ അൻഫീൽഡിൽ ഇറങ്ങി. ആൻഡ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ആദ്യ സീസണിൽ തന്നെ പ്രീമിയർ ലീഗിൽ 32 ഗോളുകൾ, ചാമ്പ്യൻസ് ലീഗിലേതും കൂട്ടിയാൽ 44 ഗോൾ. പിന്നാലെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി ഇയറും ഗോൾഡൻ ബൂട്ടും. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അവനെ ഈജിപ്ഷ്യൻ കിങ് എന്ന് ഓമന പേരിട്ട് വിളിച്ചു. ആൻഫീൽഡ് അയാൾക്കായി ചാൻഡുകൾ ഏറ്റുചൊല്ലി. എന്തിന് അയാളുടെ വരവ് നഗരത്തിലെ ഇസ്ലാമോഫോബിയ കുറ്റകൃത്യങ്ങളെ വരെ കുറച്ചെന്ന് സ്റ്റാംഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തി. താൻ അയാളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തെന്ന് യൂർഗൻ ക്ലോപ്പും ഒടുവിൽ കുറ്റസമ്മതം നടത്തി. പക്ഷേ എന്നിട്ടും അയാളെ വൺ ടൈം വണ്ടർ എന്ന് വിളിക്കാനായിരുന്നു പലർക്കും താല്പര്യം. പക്ഷേ വറ്റാത്ത തെളിനീരുറവ് പോലെയായിരുന്നു അയാൾ. വിലമതിക്കാനാകാത്ത മാണിക്യത്തോളം മൂല്യമുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജനുസ്. ഒടുവിൽ അയാൾ അൻഫീൽഡ് വിടുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ലിവർപൂൾ ആരാധകർക്ക് പറയാനുള്ളത് ഇത്രമാത്രം: മിസ്റ്റർ ഹോസെ മൊറീഞ്ഞോ, നിങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ ടീമിനും കളിശൈലിക്കും ഇണങ്ങാത്തവൻ എന്ന് മുദ്രകുത്തി സലയെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന് പുറത്തേക്ക് അയച്ചതിനാണത്. കാരണം അതുമൂലമാണ് ഇറ്റലി കറങ്ങി അയാൾ അൻഫീൽഡിൻ്റെ വാതിൽ കടന്നു വന്നത്. വൺ സീസൺ വണ്ടർ എന്ന് വിളിച്ചവർക്ക് മുന്നിൽ അയാളൊരു ഈജിപ്ഷ്യൻ പിരമിഡ് തന്നെ തീർത്തു. ഗോളുകളും അസിസ്റ്റുകളും ട്രോഫികളും കൊണ്ട് തീർത്ത ഒരു കൂറ്റൻ പിരമിഡ്. 2018 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഓർമ്മയില്ലേ? ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി അൻഫീൽഡിന് കണി കാണാൻ പോലും കിട്ടാതിരുന്ന യൂറോപ്യൻ കിരീടവും തേടി യുർഗൻ ക്ലോപ്പിൻ്റെ കുട്ടികൾ കീവിലേക്ക് വണ്ടി കയറിയ രാത്രി. വാൻഡേക്കും മില്ലറും മാനയും ഒക്കെ ടീമിലുണ്ടെങ്കിലും ലിവർപൂളിൻ്റെ പ്രതീക്ഷകൾ മുഹമ്മദ് സലാഹ് എന്ന 11ാം നമ്പറുകാരൻ്റെ മേലായിരുന്നു. പക്ഷേ വിധി അയാൾക്ക് കത്തുവെച്ചത് മറ്റൊന്ന്. സെർജിയോ റാമോസ് എന്ന റയൽ നായകൻ്റെ ഫോളിൽ പരിക്കേറ്റ് ആദ്യ പകുതിയിൽ തന്നെ കളം വിടേണ്ടി വന്നു. തൻ്റെ ഫുട്ബോൾ പിരമിഡിൽ ഏറ്റവും മൂല്യമേറിയ കല്ല് പതിപ്പിക്കാനുള്ള അവസരം നഷ്ടമായ വിഷയത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് അയാളെന്ന് മൈതാനം വിട്ടത്. അന്ന് അയാളോടൊപ്പം അൻഫീൽഡും ഒന്നടങ്കം കരഞ്ഞു. സെർജിയോ റാമോസ് അവർക്ക് വില്ലനുമായി. പക്ഷേ തൊട്ടടുത്ത വർഷം സലാ ആ കിരീടം തേടി വീണ്ടും എത്തി. മാഡ്രിഡ് നഗരത്തിലെ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് ആ നഷ്ടം അയാൾ തീർക്കുകയും ചെയ്തു. ലിവർപൂളിനൊപ്പം പ്രീമിയർ ലീഗിൽ മാത്രം കളിച്ചത് 300-ലേറെ മത്സരങ്ങളാണ്. അതിൽ നിന്ന് നേടിയത് 189 ഗോളുകളും 92 അസിസ്റ്റുകളും. 7 തവണ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് തേടിയെത്തിയപ്പോൾ 4 ഗോൾഡൻ ബൂട്ടും 2 പ്ലേമേക്കർ അവാർഡും അതിന് അകമ്പടിയായി. ഇംഗ്ലണ്ടിലെ ഏറ്റവും ഐക്കോണിക് ക്ലബ്ബുകളിൽ ഒന്നായ ലിവർപൂളിനെ തിരികെ അവരുടെ പ്രതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് യുർഗൻ ക്ലോപ്പ് ആയിരുന്നു. ക്ലോപ്പിൻ്റെ പടയുടെ തലവനോ മുഹമ്മദ് സലാഹ് എന്ന ഈജിപ്തുകാരനും. സലാഹ് വാട്ട് നോട്ട് പാർട്ട് ഓഫ് ദ പ്ലാൻ, സലാഹ് ഈസ് ദ പ്ലാൻ എന്നൊരു ചൊല്ലും അൻഫീൽഡിൽ രൂപം കൊണ്ടു. ക്ലോപ്പും സലാഹും ഒന്നിച്ചതിൽ പിന്നെയാണ് അൻഫീൽഡുകാർ കിരീടങ്ങൾ കിനാവ് കണ്ടു തുടങ്ങിയത്. ഇംഗ്ലണ്ടിൽ മേഴ്സിസൈഡുകാരുടെ ചുവന്ന കൊടി ഉയർന്നുപാറിയ ദിനങ്ങൾ. കാലം തീർന്നെന്ന് പലരും വിധി കുറിച്ചിരിക്കവെയാണ് അയാൾ പോയ സീസൺ തൻ്റേത് മാത്രമാക്കി മാറ്റിയത്. പക്ഷേ ഈ സീസണിൽ അയാൾക്ക് എല്ലാം തെറ്റി. വിങ്ങുകളിൽ തനിക്ക് പന്തെത്തിച്ചവരുടെ തിരിഞ്ഞു നടത്തം മുതൽ ഈഗോ പ്രശ്നങ്ങൾ വരെ അതിന് കാരണമായി പറയപ്പെട്ടു. തന്നെ ബെഞ്ചിലിരുത്തുന്നത് അനീതിയാണെന്ന് തോന്നിത്തുടങ്ങിയ സലാഹ് പ്രൊഫഷണലിസം വിട്ട മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്നതും കണ്ടു. അതോടെ ആരാധകരുടെ കണ്ണിലും അയാൾ കരടായി തുടങ്ങി. അതോടെ 9 വർഷം നീണ്ട ലിവർപൂൾ ജീവിതത്തിന് ഫുൾ ടൈം വിസിലും ഊതപ്പെട്ടു. സൗദി പ്രോ ലീഗും MLS-ഉം PSG-യും ബായ്സയും വരെ നീളുന്ന അനേകം ഓപ്ഷനുകൾ അയാളുടേതായി പറയപ്പെടുന്നു. നിശ്ചിത സമയത്തിൻ്റെ ഈ അവസാന സെക്കൻഡുകളിൽ അയാൾക്ക് വേണ്ടി ലിവർപൂളിന് മിറാക്കിളുകൾ നടത്താനാകുമോ? ഒരു പൊൻതൂവൽ കൂടി സലയുടെ കിരീടത്തിൽ ചേർത്തി അയാളെ യാത്രയേക്കാൻ അവർക്കാകുമോ? അതിനുള്ള ഉത്തരങ്ങൾ വരും മത്സരങ്ങൾ നൽകും.